ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 5 കർമ്മയോഗം. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 11. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. വിവർത്തനം. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിലേർപ്പെടുന്നു. ഭാവാർത്ഥം. കൃഷ്ണന്റെ ഇന്ദ്രിയ പ്രീതിക്കായി കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന ഏതു കർമ്മവും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടു തന്നെയോ ആവട്ടെ, ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തമാണ്. കൃഷ്ണാവബോധമുള്ളവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഭൗതിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അയാൾക്ക് പൊതുവെ സദാചാരങ്ങളെന്ന് പറയുന്ന ശുദ്ധകർമ്മങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ 1-2-187 ഇങ്ങനെ വിവരിക്കുന്നു: ഇഹ യസ്യ ഹരേർദാസി കർമ്മണ മനസാഗിര നിഖിലാസുപ്യവസ്ഥാസു ജീവൻ മുക്ത സ ഉച്യതേ. ശരീരം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണസേവനത്തിൽ പ്രവർത്തിക്കുന്നവർ ഭൗതിക ലോകത്തിൽ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും മുക്തന്മാർ തന്നെ. അയാൾക്ക് മിഥ്യാഹങ്കാരമില്ല. താൻ ഈ ശരീരമാണെന്നോ ശരീരം തൻ്റേതാണെന്നോ അയാൾ വിചാരിക്കുന്നില്ല. താൻ ശരീരമല്ലെന്നും ശരീരം തൻ്റേതല്ലെന്നും അറിയുന്നു. കൃഷ്ണൻ്റേതാണ് ശരീരം, താനും കൃഷ്ണൻ്റേതു തന്നെ. ദേഹം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്ക്, ജീവിതം, സമ്പത്ത് എന്നിവ കൊണ്ടോ താൻ നേടിയതും കൈവശമുള്ളതുമെല്ലാം കൃഷ്ണൻ്റെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ കൃഷ്ണനുമായി ബന്ധം പുലർത്തുന്നു. താൻ ഈ ശരീരമാണെന്നും മറ്റും വിശ്വസിക്കാനിടയാക്കുന്ന മിഥ്യാഹങ്കാരം ഇല്ലാതാകുന്നു. കൃഷ്ണനുമായി ഏകീഭവിക്കുന്നു. ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ സമ്പൂർണ്ണ അവസ്ഥ. ശ്ലോകം 12. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. വിവർത്തനം. സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്കർപ്പിക്കുന്നതുകൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ടു വലയുന്നു. ഭാവാർത്ഥം. കൃഷ്ണാവബോധമുള്ളവനും ശാരീരികാവബോധമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്: ഒരാൾ കൃഷ്ണനിൽ ആസക്തനും മറ്റേയാൾ സ്വന്തം കർമ്മഫലങ്ങളിൽ ആസക്തനുമാണ്. കൃഷ്ണനിൽ ആസക്തനും കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ വ്യക്തി തികച്ചും വിമുക്തനാകയാൽ അയാൾക്ക് കർമ്മഫലത്തിൽ ഉത്കണ്ഠയില്ല. ദ്വന്ദ്വഭാവനയോടെ, അതായത് പരമസത്യമെന്തെന്നറിയാതെ പ്രവർത്തിക്കുന്നതാണ് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് കാരണമെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമമായ സത്യം. കൃഷ്ണാവബോധത്തിൽ ദ്വന്ദ്വമില്ല. ഉള്ളതെല്ലാം കൃഷ്ണശക്തിയുടെ ഉത്പന്നങ്ങളാണ്. കൃഷ്ണൻ സർവമംഗളകാരിയാണ്. ആ നിലയിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളൊക്കെ നിരപേക്ഷ തലത്തിലാണ്. അതീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് ഭൗതിക ഫലങ്ങളില്ല. അതുകൊണ്ട് കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണശാന്തി നൽകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിക്കു വേണ്ടി ലാഭചിന്തയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ശാന്തി ലഭ്യമല്ല തന്നെ. കൃഷ്ണനൊഴികെ മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തലം. ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ രഹസ്യം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.